ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഈ വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ചിക്കനിൽ ലേശം മസാലയൊക്കെ ഇട്ടിട്ട് പെരക്കി വെക്കാം. മസാല എന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനം നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പെരക്കി വെക്കണം. നമ്മൾ ചിക്കനിൽ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോഴത്തേനും നമ്മൾ അടുപ്പത്ത് വെച്ച ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് റെഡിയാവും. ഇതിലിപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. നമ്മൾ വഴറ്റാൻ വെച്ചിരിക്കുന്ന ഉള്ളി എങ്ങനെയായി നോക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് തേങ്ങ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാല വരയ്ക്ക് ചിക്കനിലേക്ക് വറുത്ത് വെച്ച മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ ഇതാണ് നല്ലത്. സ്പൂൺ കൊണ്ടും മറ്റും മിക്സ് ആക്കുമ്പോൾ ഇത്രയും ക്ലിയറായിട്ട് മസാല ചിക്കനിൽ പിടിക്കില്ല. വേകുമ്പോൾ പിടിക്കും, പക്ഷേങ്കിൽ ഇത് ആദ്യം തന്നെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപോലെ എല്ലായിടത്തും മസാല പിടിക്കും. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഇപ്പോൾ ഒഴിക്കൂല. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ വഴലുന്ന സമയത്ത് പകുതി വേവ് എങ്ങനെയാവും. പിന്നെ നമ്മളിതിൽ ചൂടുവെള്ളം ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അതാണ് ഒഴിക്കുക. പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കൂല. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ആക്കിയിട്ട് എടുക്കുകയോ ചെയ്യുക. ഇതിലേക്ക് നമ്മളിനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ, ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. മല്ലി ഇങ്ങനെ വറുത്ത് ഇടുമ്പോഴാണ് ചിക്കന് നല്ല നിറം കിട്ടുക. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ റെഡിയായി നോക്കാം. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴത്തേനും ഒരു പകുതി മുക്കാലും വേവായി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, ചാറായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. എപ്പോഴും ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ കറിയിൽ പച്ചവെള്ളം ഒഴിക്കാറില്ല, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാറ്. അല്ലെങ്കിൽ നമ്മൾ എത്ര വഴറ്റിയെന്ന് പറഞ്ഞാലും പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു കറിക്ക് ഒരു സ്വാദ് ഉണ്ടാവില്ല, ഒരു പച്ച ചവയായിരിക്കും. അതല്ലെങ്കിൽ ആദ്യം മസാലേൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന് കണക്കായ ചാറൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചാറ് വേണ്ടതുകൊണ്ടാണ് ഞാനിതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് വേകാൻ വെക്കുന്നത്. ഇവിടെ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മസാല പെരക്കിയ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഒരുപാട് ചാറ് വേണ്ട. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ എന്തെങ്കിലും വേണമെന്ന് നോക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഞാനിതിൽ ചിക്കൻ മസാല ഇട്ടിട്ടില്ല. ഞാനിവിടെ മസാല പൊടിച്ച് വെച്ചത് ഇരിപ്പുണ്ട്. അതിനിപ്പം ഇത് വാങ്ങാറാകുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള സ്പൈസസ് ആണ് ഞാൻ പൊടിച്ച് വെച്ചിട്ട് ചിക്കനിൽ ഉപയോഗിക്കുന്നത്. 2-3 പ്രാവശ്യം എടുക്കാനുള്ളത് മാത്രം വറുത്ത് പൊടിച്ചെടുത്ത് വെക്കും. ഇപ്പം ചിക്കൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ്. ഇത്ര പോലെ ഇടുന്നുള്ളൂ. അതിട്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ആദ്യം മസാല പെരക്കിയപ്പോൾ ഇട്ടിരുന്നു. എന്നാലും വാങ്ങാറാകുമ്പോൾ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ കറിയിൽ ഈ ഇലയും കൂടെ ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ടാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും.
ഇത് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. നെയ്ച്ചോറിലും ബിരിയാണിയിലും ഒക്കെ ഇടുന്ന ഇലയാണ്. ചിക്കനിലും ഇടും. നല്ല മണമാണ് ഈ ഇലയിട്ടാൽ. ഇലയും കൂടി ഇട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി.